സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുന്ന ക്വസ്റ്റ്യൻ മാത്സിന് നാളെ എക്സാമാണ്. 5-6 ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് തന്നെ ഇട്ട വീഡിയോയിൽ ഒരു ഫംഗ്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയിട്ട് ട്രെയിനിങ്ങിൽ വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: it does not represent a function. Option C. Answer. നമുക്കിവിടെ ഗ്രാഫൊക്കെ വരുന്നത് ഒരു വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും a line parallel to y-axis intersect the graph at more than one point, it will not represent a function. ഇവിടെ 2 points കട്ട് ചെയ്തു അല്ലേ. So it is not a function. So answer is option B. റീഡിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്: first part find P and Q, second part distance PT. Here P is the point x comma y comma z. X 4, y 3, z 5, 4 comma 3 comma 5. Q lie on y axis. Y axis number x coordinate z coordinate 0 ആയിരിക്കും അല്ലേ. 0 comma 3 comma 0. Second part distance PQ. 4 minus 0, 4 square 0, 25, 41. ഒരു പോയിന്റ് തന്നിട്ട് അത് ദിസ് പോയിന്റ് ലൈസ് ഇൻ വിത്ത് ഒക്ടൻ്റ് അങ്ങനെ ചോദിക്കും. ഈ ഒക്ടൻ്റെ ഒക്കെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് റഫായിട്ട് 1 2 3 8 ഒക്ടൻ. അതിലാണ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പിന്നെ മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് അങ്ങനെ നോക്കുക. പ്ലസ് പ്ലസ് 4 പ്ലസ് പിന്നെ 4 മൈനസ്. ഇത് ഇങ്ങനെ പെൻസിൽ റഫായിട്ട് ചെറുതായിട്ട് എഴുതിയിട്ട് അത് ഏതൊക്കെ 1 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ 4 minus 2 minus 5. Positive, negative, negative. Positive, negative. Positive, negative. ഏത് ക്വാഡ്രൻ്റ് വരും? സോറി, ഏത് ഒക്ടൻ്റ് വരും? 8. കൊളീനിയർ ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യനാണ്. 3 പോയിന്റ് തന്നിട്ട് എ ബി സി 3 പോയിന്റ് തരാം. ദേ ആർ കൊളീനിയർ എന്ന് ചോദിച്ചാൽ എ ബി കാണുക. എ ബി നമുക്ക് റൂട്ട് 14 കിട്ടും. ബി സി റൂട്ട് 56, എ സി റൂട്ട് 126. ഇങ്ങനെ വലിയ നമ്പർ വരും. നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 2 × 2 ഇൻറ്റു ഡിസ്റ്റൻസ് അറിയാമല്ലോ. 2 റൂട്ട് 14, 3 റൂട്ട് 14. നമ്മൾ ഈ 3 ഡിസ്റ്റൻസും കണ്ട് വലിയ നമ്പേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം സം ഓഫ് n2 = 3 കിട്ടുമ്പോൾ നോക്കുക. റൂട്ട് 14 2 റൂട്ട് 14 ആഡ് ചെയ്യുമ്പോൾ കിട്ടും 3 റൂട്ട് 14. എ കോമ ബി കോമ സി പൊളി ഡിസ്റ്റൻസ് വേണം നമുക്കറിയാം.
കോംപ്ലക്സ് നമ്പറിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് I raised to 4 positive 1 multiplicative inverse z is equal to 2 minus 3i. 0.8 ആണ് ചോദിക്കുന്നതെങ്കിൽ z bar 2 plus 3i mod z root of real part square plus imaginary part square. 1 മാർക്കിന് നമുക്ക് എന്തും വേണം ചോദിക്കാം. ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ വന്നിട്ട് വാട്ട് ഈസ് ദ ഇമാജിനറി പാർട്ട് -3 z into z bar dash mod z square ഇങ്ങനെയൊക്കെ ചോദിക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് mi of z is equal to z raised to -1. ഇതിൻ്റെ ഫോർമുല എന്താ z bar by mod z square. നമുക്ക് ഈ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ എഴുതാം z bar എന്താണ് എപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഇമാജിനറി പാർട്ടിൻ്റെ ആ സൈഡ് മാത്രമേ മാറുള്ളൂ. ഇവിടെ -2 ഉണ്ടെങ്കിൽ നമ്മൾ -2 അതിലേക്ക് പക്ഷേ ഇവിടെ മൈനസ് ആണ് പ്ലസ് ഇവിടെ z bar എന്താ 2 + 3i mod z square 230 square 2/30 plus 3/30i a plus ib ഫോമിൽ എഴുതാൻ ചോദിക്കാം. 2 + 3i by 1 minus 2i അങ്ങനെ ചോദിക്കും. കൺവേർട്ട് എക്സ്പ്രസ് upon a plus ib. ഡിനോമിനേറ്ററിൻ്റെ 0.8 കൊണ്ട് 1 plus 2i 1 minus 2i into 1 plus 2i 2 into 1 2 4i just bracket of 2 into 1 4 into 2i 3i into 1 6i square. I square value minus a square minus b square 4i square minus 4 minus plus minus 4 plus 7i by 4. ഇതിൻ്റെ മോഡിൻ്റെ സ്റ്റൈലിൽ മോഡ് 2 + 3i by മോഡ് 1 minus 2i ഇതങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. റൂട്ട് ഓഫ് 4 + root 13 by root 5. Limit x tends to 0 sin 7x by sin x. 1 markina limit x tends to 0 sin x by x is equal to dash 1. Limit x tends to 0 sin 7x. ഇവിടെ 7x ഉണ്ട്. ഇവിടെ എന്താണോ ആംഗിൾ വരുന്നത് അതോടെ ഇത് നമ്മൾ എക്സ്ട്രാ എടുക്കാൻ divided by limit x tends to 0 sin x by x into x. This is 1 so x cancel 1 into 7 by 1. So limit x tends to 3 x square minus 9 by x minus 3. നമ്മൾ എക്സിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ 0/0 ഇവിടെ നമുക്ക് ഫാക്ടറൈസേഷൻ നോക്കാം. ലിമിറ്റ് x tends to 3 a plus b into a minus b by x minus x is 3 plus 3 6. വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ സൈൻ കോസ് ടാൻ എക്സ് സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 1/x നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതിൻ്റെ ഓർഡർ കുറച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് മോഡലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എക്സാമിൻ്റെ വരെ നോക്കാം. f of x 1/x using first principle find the w. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല എഴുതാം. ലിമിറ്റ് dash x is equal to limit x tends to 0 f of x plus h minus zx by x.
1 by h 1 by x square x plus h minus 1 by x. Limit h tends to 0, 1 by h into taking LCM minus of x plus h minus x minus x by property of ശ്രദ്ധിച്ചോളൂ. ഇവിടെ h 1 by h ക്യാൻസൽ മൈനസ് 1 വരും. എച്ചിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 1 by x. കോഷ്യൻ റൂൾ ആയിരിക്കും പ്രോഡക്റ്റിനേക്കാളും കൂടുതൽ എക്സാം ചോദിക്കും ചാൻസ്. y is equal to x square minus 1 by 2x minus 3 dy by dx using quotient rule. Quotient rule എന്താണ്? Denominator into derivative of numerator. ഇവിടെ മൈനസ് മൈനസ് numerator into derivative of denominator all divided by denominator square. 2x minus 3 derivative of x square d by dx of x raised to n. അത് വേണേൽ 1 മാർക്ക് ചോദിക്കണ്ട. 10x raised to n minus x square ആണെങ്കിൽ നമ്മൾ ആ പവറിൽ തുടങ്ങും 2 into x raised to 1. x cube ആണെങ്കിലോ 3x raised to 2. derivative of any constant is 0 minus x square minus 1 into d by dx of 2x 2. d by dx of 5x ആണെങ്കിൽ 5. ഒന്നും ചെയ്യണം. അതേപോലെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ന്യൂമറേറ്റർ 2 into 2 4x square minus 6x minus x square into 2 minus into minus plus 1 into 2. ഇവിടെ ഈ മൈനസ് ഒക്കെ വരുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ശ്രദ്ധിച്ചു. 4 minus 2x square minus 6x plus 2x minus 3x. Slope of x minus 7y plus 5 is equal to 0 is dash. ax plus by plus c is equal to 0. The slope എന്ന് പറയുമ്പോൾ മൈനസ് എഴുതുക. coefficient of x by coefficient of y. ഇവിടെ n is equal to minus coefficient of x 1 coefficient of y minus that is 1 by 7. Second part, find the equation of a line perpendicular to this and x-intercept 3. Equation of a line, short equation of a line perpendicular to above line and x-intercept 3. x-intercept 3 എന്ന് പറഞ്ഞാൽ passes through the point 3, 0. y-intercept 3 ആണെങ്കിലും 0, ഉണ്ട്. If two lines are perpendicular, product of slopes is -1. ഇത് 1 by 7. Slope of perpendicular എന്തായിരിക്കും? Opposite side -7. Point എന്താ? 3, 0. Point slope 4. y minus y1 equals m into x minus x1. Equation is y minus 0 m minus 7 x minus 7 is plus y minus 21 is equal to 0. Distance പറയുന്നത് മാക്സിമം പഠിക്കുക.
എല്ലാവരും നന്നായി പഠിച്ച് എഴുതി